എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് ഐറ്റംസിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും ചില സമയങ്ങളിൽ എന്തെങ്കിലും മധുരം ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന സമയത്താണെങ്കിലും നമുക്കിത് നല്ല ഈസി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് ഏകദേശം 200 ഗ്രാം ഷുഗറാണ്. അപ്പോൾ നമുക്കത് കപ്പളവിലാണെങ്കിൽ എത്ര വരുന്നുണ്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളുടെ ഒരു കപ്പിൻ്റെ ഏകദേശം 1/4 കപ്പല്ല, അതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയാണ് 200 ഗ്രാം വരുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്കൊരു 100 ഗ്രാമോളാണ് വിപ്പിംഗ് ക്രീം വേണ്ടത്. അപ്പോൾ നമ്മൾ അര കപ്പിൻ്റെ ഏകദേശം നമ്മൾ ആ ഷുഗർ എടുത്ത ആ അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം എടുക്കുന്നത് കേട്ടോ. ഇത് അരക്കപ്പാണ്, നമ്മൾ നേരത്തെ എടുത്തത് 1 കപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം, 1/4 കുറച്ചും കൂടെ മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ വെറും 3 ഇൻഗ്രീഡിയൻറ്റ്, ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് വെക്കുക. നല്ല അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാൻ വേണം കേട്ടോ നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഷുഗർ നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ടിയില്ലാത്തതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, ഏകദേശം നമ്മളൊരു പകുതി മാത്രമാണ്. നമുക്കത് പെട്ടെന്നൊന്ന് കാരമൽ ചെയ്തെടുത്ത് ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിനി നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അത്രയും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലം കേക്കിനൊക്കെ ചെയ്യുന്ന മാതിരിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു അല്ലാത്ത സ്വീറ്റൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് കാരമൽ പോലെ ഇതൊന്ന് ആയി വരണം. അപ്പോൾ കാരമൽ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഷുഗർ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് എന്താ പറയുക, ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കളർ മാറണ്ട, ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ ആക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് എല്ലാം കൂടെ ഒന്ന് ചൂടാവുന്ന സമയത്ത് ആ കട്ടയൊക്കെ അങ്ങോട്ടേക്ക് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ പോയി ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കരിഞ്ഞു പോകാത്തൊരു അവസ്ഥയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറായാൽ മതി കേട്ടോ. ഇതിലും കൂടുതൽ കളറാവണ്ട. ഇതിലും കൂടുതൽ കളറാവാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ആ ഒരു കയ്പ്പ് രസം വരും, ഒരു കരിഞ്ഞ പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി ഈ ഒരു ലൈറ്റ് കളറിൽ തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പാല നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഇത്രയും ഒഴിക്കേണ്ട, നിങ്ങൾ ഇതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതി, പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ടേക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കട്ടയായിട്ടുണ്ടാവും, പക്ഷേ എല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കാണ് ഇതൊന്ന് കുറച്ച് ഹാർഡാവുന്നത് പോലെയാകും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇതായോ ഇല്ലയോ എന്ന് നമുക്ക് ഇടയ്ക്ക് നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പിനകത്തോ അല്ലെങ്കിൽ ഒരു ബൗളിനകത്തോ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കതിനകത്ത് വെള്ളത്തിൽ ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാനായില്ല കേട്ടോ, നമുക്ക് നമ്മൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാനായി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഏകദേശം ഒന്ന് നമുക്ക് ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ബട്ടർ ഇത് അൺസോൾട്ടഡ് ആണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ ഇപ്പോഴാണ് കേട്ടോ കറക്റ്റ് അങ്ങോട്ട് വരുന്നത്. ആ ഒരു ബട്ടറിൻ്റെ മണവും ആ ഒരു ഷുഗറും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂടി നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ള ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ഈ ഒരു എന്താ പറയുക ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഏകദേശം നമ്മൾ ഒഴിച്ച് നോക്കുന്ന സമയത്ത് ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിനാണെങ്കിലും മതി, ഒന്ന് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് റൂം ടെമ്പറേച്ചറിലാവണം കേട്ടോ. നല്ലപോലെ ഒന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വരും. അങ്ങനെ ഞാനൊരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇതുപോലെ ഒന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇങ്ങോട്ട് പൊന്തിക്കുമ്പോൾ തന്നെ ഇതിങ്ങോട്ട് പോരും കേട്ടോ. അപ്പം ഒരു സൈഡിൽ കറക്റ്റ് ബട്ടർ പേപ്പർ അങ്ങോട്ട് റെഡിയായിട്ട് ഇരുന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡിലത്തെയും മുകളിലത്തെയും ഒക്കെ ആ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കളറും ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ആ ഒരു മാങ്ങേൻ്റെ തിരയുണ്ടല്ലോ, ആ ഒരു ഫീലിങ്സാണ് കേട്ടോ ഇതിനുള്ളത്. ശരിക്കും കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ഒരേ ഷേപ്പിൽ ഒരേ രീതിയിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ചെറിയ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഇതും കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത്ര ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് അങ്ങോട്ട് കഴിക്കാനൊന്നും കഴിയില്ല കേട്ടോ. നമുക്ക് ചെറിയതായിട്ട് ഓരോ എടുത്തിട്ട് ഓരോ പീസുകളായിട്ട് മാത്രം നമുക്കിത് കഴിക്കാനേ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ ചിലപ്പം മധുരമൊക്കെ അധികം ആകുമ്പം ചിലപ്പോൾ ഒരു മത്തൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരോ ചെറിയ പീസ് മാത്രം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇഷ്ടമുള്ള പോലെ ഇതുപോലെയാണ് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഓരോ പീസ് ഇതുപോലെ ഒന്ന് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ടി കുറച്ചൊന്ന് കുറവായതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് 2 എണ്ണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബട്ടർ പേപ്പറിനകത്ത് നമ്മൾ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ക്ലീൻ റാപ്പറോ എന്തിനകത്താണെങ്കിലും വേണ്ടില്ല, നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഒട്ടിപ്പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇത് നല്ല ഹാർഡാവും. പക്ഷേ പുറത്ത് ഇറക്കി നമ്മൾ ഒന്ന് റൂം ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ലൂസായിട്ട് തന്നെ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ശരി, ഇത് ഒന്നിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലത് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോക്സിനകത്തിട്ട് ആക്കി വെച്ചാൽ മാത്രം മതി. അപ്പം ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട്ടിലുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.